വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനെ പറ്റിയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സിവിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. അപ്പോൾ സിവിക്സിൽ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് തണ്ണീർത്തട സംരക്ഷണം എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് വീണ്ടും ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലും ജോലിയും എന്നുള്ള ടോപ്പിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് കാണുക. കൂടെ തണ്ണീർത്തട സംരക്ഷണത്തിൻ്റെ ക്ലാസ്സുകളും നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന VFAയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിലെല്ലാം കാണുക. അപ്പോൾ ലേറ്റ് ആക്കാണ്ട് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് നീർത്തടം? അരുവികൾ, മറ്റ് നീരുറവകൾ, മഴവെള്ളം, മഞ്ഞ് തുടങ്ങിയ ഘർഷണ രൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകുന്ന വിശാലമായൊരു പ്രദേശത്തെ എന്ത് പറയുന്നു? നീർത്തടം അല്ലെങ്കിൽ വാട്ടർ ഷെഡ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? അരുവികൾ, മറ്റ് നീരുറവകൾ, മഴവെള്ളം, മഞ്ഞ് തുടങ്ങിയ ഘർഷണ രൂപങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കോമൺ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നു. അങ്ങനെ എത്തുന്ന വിശാലമായ പ്രദേശത്തെ എന്ത് പറയുന്നു? വാട്ടർ ഷെഡ് അഥവാ നീർത്തടം എന്ന് പറയുന്നു. നീർത്തടങ്ങളുടെ പ്രാധാന്യമാണ്: ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നു, ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നു, മണ്ണിൻ്റെ ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നു, കർഷകൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു, ജലത്തിൻ്റെ അളവ് പുനഃസ്ഥാപിക്കുന്നു, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുന്നു, സുസ്ഥിര കാർഷിക പുരോഗതിയെ സഹായിക്കുന്നു. കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ഇത് പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ജലനയം അംഗീകരിച്ചത് 1987 1987 കേരള സർക്കാർ ജലനയം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് 2008 ഈ 2 വർഷങ്ങളൊന്ന് പഠിക്കാം. ഇന്ത്യയിലാണെങ്കിൽ 1987 കേരളത്തിൽ 2008. ഇനി പഠിക്കാനുള്ളത് നീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റിയിട്ടാണ്. IWMP ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് IWMP. 2009-10 കാലഘട്ടങ്ങളിലാണ് ഇത് ആരംഭിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെയാണ് ഇത് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വമുണ്ടെങ്കിൽ കൂടി ഗ്രാമപഞ്ചായത്തുകളുടെ പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കി വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം 90:10 എന്ന അനുപാതത്തിലാണ് കൊടുക്കുന്നത്. കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമവികസന വകുപ്പാണ്. അപ്പോൾ ഏത് വകുപ്പാണ്? ഗ്രാമവികസന വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അപ്പോൾ നടപ്പിലാക്കുന്നത് എവിടെ? കേരളത്തിലെ ഗ്രാമവികസന വകുപ്പാണ്. ഈ പദ്ധതി കുറച്ച് പദ്ധതികൾ തമ്മിൽ ക്ലബ് ചെയ്തിട്ടുള്ള ഒറ്റ പദ്ധതിയാണ്. അത് ഏതൊക്കെ പദ്ധതികൾ സംയോജിപ്പിച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം. അതായത് ഡ്രോട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വരൾച്ചാബാധിതമായിട്ടുള്ള പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണത്. അതുപോലെ ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, മരുഭൂവൽക്കരണം തടയാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും കൂടി ചേർത്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ പറയുന്ന IWMP ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം വന്നിട്ടുള്ളത്. അപ്പോൾ ആ 3 പദ്ധതികളൊന്ന് നോക്കി വെച്ചേക്കാം. അടുത്തൊരു പദ്ധതിയാണ് ഹരിയാലി നീർത്തട വികസന പദ്ധതി. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒക്കെ ആയിട്ട് കാണുന്നൊരു പദ്ധതിയാണ്. ഹരിയാലി നീർത്തട വികസന പദ്ധതി 2003 വർഷം. കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നീർത്തട വികസന പദ്ധതിയാണ് ഹരിയാലി നീർത്തട വികസന പദ്ധതി. കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കുക, അതാണ് ഹരിയാലി. നീരാഞ്ചൽ പദ്ധതി എന്താണ്? ലോക ബാങ്കിൻ്റെ സഹായത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചൊരു നീർത്തട സംരക്ഷണ പദ്ധതിയാണ് നീരാഞ്ചൽ പദ്ധതി. PMKSY പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന 2015 വർഷം. ലക്ഷ്യങ്ങളാണ്: കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക. കൃഷിഭൂമി വികസിപ്പിക്കുക, ജലസേചനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം വളർത്തുക. ഇതൊക്കെയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇത്രയും പദ്ധതികളൊന്ന് നോക്കി വെച്ചേക്കുക. ഏതൊക്കെ പദ്ധതികളായിരുന്നു? IWMP ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം,
ഹരിയാലി നീർത്തട വികസന പദ്ധതി, നീരാഞ്ജൽ പദ്ധതി, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പദ്ധതിയാണ് ജലക്രാന്തി അഭിയാൻ. എന്താണത്? ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ജലക്രാന്തി അഭിയാൻ. 2015 ജൂണിലാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ജലക്രാന്തി 2015 ജൂണാണ്. ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് എന്ത് കൊടുക്കുക? ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക. അടൽ ഭൂജൽ യോജന 2019 ഡിസംബർ 25 ഡേറ്റ്. 2019 അടൽ ഭൂജൽ യോജന. അതും ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി 2019 ഡിസംബർ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഭൂജൽ യോജന. വർഷ എന്നൊരു പദ്ധതി കൂടിയുണ്ട്. വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതിയാണെന്ത്? വർഷ. വർഷ വീടുകളുടെ മേൽക്കൂരയിലേക്ക് മുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത്. നമ്മൾ സാധാരണ മഴവെള്ള സംഭരണി ചെയ്യൂലേ, അതുപോലെ തന്നെ ഒരു പദ്ധതിയായിട്ട് വരുമ്പോൾ അതിൻ്റെ പേരാണ് വർഷ. വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് ഇത്. വീട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് വേണം? മഴവെള്ള സംഭരണി വേണം. അത് തമിഴ്നാടാണ്. ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 രൂപീകരിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 രൂപീകരിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ടാങ്ക് അല്ലെങ്കിൽ കുണ്ട് എന്നറിയപ്പെടുന്ന മഴവെള്ള പദ്ധതി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ മഴവെള്ള പദ്ധതി തന്നെ പല പല പേരുകളിലാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അറിയപ്പെടുന്നത്? ടാങ്ക് അല്ലെങ്കിൽ കുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ രാജസ്ഥാനിൽ. അപ്പോൾ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ എന്തായിരുന്നു? മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് പാസ്സാക്കി. തമിഴ്നാട്ടിൽ എന്താ ചെയ്തത്? വീട് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ എന്ത് വേണം? മഴവെള്ള സംഭരണി വേണമെന്ന് നിർബന്ധമായിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വർഷ വീടുകളുടെ മേൽക്കൂരയിലേക്ക് മുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നൊരു കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് വർഷ. അടൽ ഭൂജൽ യോജന ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി 2019 ഡിസംബർ 25 നരേന്ദ്രമോദി ആവിഷ്കരിച്ചൊരു പദ്ധതിയാണെന്ത്? അടൽ ഭൂജൽ യോജന. ജലക്രാന്തി അഭിയാൻ ജലസുരക്ഷയിലൂടെ ജനങ്ങൾക്ക് ഉപജീവനവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് ജലക്രാന്തി അഭിയാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്, റംസാർ കൺവെൻഷൻ. അതായത് ഇപ്പോൾ ആഡ് ഓൺസ് കുറേ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പഴയ ഡേറ്റയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് നടന്ന ഉച്ചകോടിയാണ് ഇത് ഈ റംസാർ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റംസാർ കൺവെൻഷൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് ചോദിക്കാറുള്ളത്. 971 ഫെബ്രുവരി 2. ഉടമ്പടി നിലവിൽ വന്ന വർഷം വരുമ്പോൾ മാറും. 975 ഡിസംബർ 21 ആവും. ഇന്ത്യ എന്നാണ് ഈ റംസാർ ഉടമ്പടിയുടെ ഭാഗമായത് എന്ന് ചോദിച്ചാൽ 982 ഫെബ്രുവരി 1. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് പഠിക്കുക. 971, 75, 82. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. 1997 മുതലാണ് ഈ ഒരു തണ്ണീർത്തട ദിനം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിച്ച് തുടങ്ങുന്നത്. 2026 പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ്. പ്രമേയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രമേയങ്ങൾ മാത്രമായിട്ടുള്ളൊരു ക്ലാസ് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കാം. 2026 പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ്. റംസാർ സൈറ്റുകൾ. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ സ്ഥലമാണ് കോബർഗ് പെനിൻസുല, ഓസ്ട്രേലിയ. അപ്പോൾ ആദ്യ സ്ഥലമാണ് കോബർഗ് പെനിൻസുല, ഓസ്ട്രേലിയ. നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 100 ആയിട്ടുണ്ട്. അത് കറണ്ട് അഫയേഴ്സ് ആണ്. 100 ആയിട്ടുണ്ട്. 100ാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണൻ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകളാണ് കിയോലാഡിയോ ദേശീയോദ്യാനം, രാജസ്ഥാൻ, ചിൽക്ക, ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? സുന്ദർബൻസ്, പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റാണ് രേണുക, ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റംസാർ സൈറ്റ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. നിലവിൽ കേരളത്തിലെ റംസാർ സൈറ്റുകൾ 3 ഉണ്ട്. വേമ്പനാട് കോൾനിലം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ. അപ്പോൾ ഈ പറയുന്ന ഓരോ പോയിൻറ്റ്സും ഓരോ PYQ ആണ്. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഓരോ പോയിൻറ്റ്സും ഓരോ PYQ ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പഠിക്കുക.
ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാം. 971 ഫെബ്രുവരി 2 എന്ത് വന്നു? റംസാർ കൺവെൻഷൻ ഉടമ്പടി വന്നു. 75 മുതൽ നിലവിൽ വന്നു. 82 ഇന്ത്യ ഭാഗമായി. 97 മുതൽ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. 2024 പ്രമേയം നമ്മൾ പറഞ്ഞു. റംസാർ പട്ടികയെ പറ്റി പറയുമ്പോൾ ആദ്യം ഉൾപ്പെട്ട ലോകത്തിൽ ആദ്യമായിട്ട് എവിടെയാണ്? കോബർഗ് പെനിൻസുല ഓസ്ട്രേലിയയിലാണ്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഇന്ത്യയിൽ എത്രയുണ്ട്? ഇന്ത്യയിൽ 100 സൈറ്റുകളുണ്ട്. 100ാമത്തെ സൈറ്റാണ് ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഉത്തർപ്രദേശ്. ആദ്യത്തേത് കിയോലാഡിയോയും ചിൽക്കയുമാണ്. അതുപോലെ തന്നെ വലുത് സുന്ദർബൻസും ചെറുത് രേണുകയാണ്. കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. നിലവിൽ കേരളത്തിൽ 3 ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി വേണ്ടൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത്? നമ്മുടെ സംരക്ഷണ നിയമം. കേരള നെൽവയൽ സംരക്ഷണ നിയമം എന്നാണ്? തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കേരള സംസ്ഥാനത്തെ കാർഷിക വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും പരിവർത്തനപ്പെടുത്തുന്നതിനും രൂപാന്തരപ്പെടുത്തുന്നതിനും ആയി പ്രാബല്യത്തിൽ വന്ന നിയമമാണിത്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യനും എന്താ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം വന്നതെന്ന് ചോദിച്ചാൽ സംരക്ഷിക്കാൻ, നിയന്ത്രിക്കാൻ, പരിവർത്തനം ചെയ്യാതിരിക്കാൻ, രൂപാന്തരപ്പെടുത്താതിരിക്കാൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിയമത്തിൽ വരുന്നത്. 2008 28 നമ്പർ ആക്ട്, അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത്. 2008 ഓഗസ്റ്റ് 12 നിയമം നിലവിൽ വന്നു. 2008 ഡിസംബർ 24 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ വന്നത്. നിയമങ്ങളല്ല, ചട്ടങ്ങൾ വന്നത്. നിയമം വന്ന ഡേറ്റ് 2008 ഓഗസ്റ്റ് 12, ചട്ടങ്ങൾ വന്നത് ഡിസംബർ 24. പ്രധാന നിർവചനങ്ങൾ നോക്കാം. 2.16 വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി, 2.12 നെൽവയൽ, 2.18 തണ്ണീർത്തടം. 11ാമത്തെ സെക്ഷനിൽ പറയുന്നൊരു കാര്യമാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, CPO എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ സെക്ഷൻ എന്താണ്? തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിഷ്കർഷിക്കുന്നു. 11ാമത്തെ സെക്ഷനാണ്. തണ്ണീർത്തടങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യം ചെയ്താലുള്ള ശിക്ഷ ഏത് സെക്ഷനിൽ വരുന്നു? 23. നെൽവയലോ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി രൂപാന്തരപ്പെടുത്താവുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 3 വർഷം വരെ തടവും 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള പിഴയുമാണ് കിട്ടുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, മനസ്സിലാക്കി പഠിക്കാം. വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 11. അതിൻ്റെ ശിക്ഷയാണ് 23 വരുന്നത്. കേരള തണ്ണീർത്തട അതോറിറ്റീനെ പറ്റി പഠിക്കാം. അതായത് ഘടനകളുണ്ടല്ലേ, പ്രാദേശിക തലം, ജില്ലാതലം, സംസ്ഥാന തലം എന്ന് പറഞ്ഞ 3 ഘടനകളുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. 2015 മെയ് 25 ഒരു സ്വയം ഭരണാധികാരമുള്ള ഒരു അതോറിറ്റി ആയിട്ട് ഈ ഒരു നെൽവയൽ തണ്ണീർത്തട അതോറിറ്റി എന്ന് പറഞ്ഞ് വന്നത് 2015 മെയ് 25. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും, അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണത്, അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം. സംസ്ഥാന അതോറിറ്റി ഘടനാപരമായ മാറ്റങ്ങളോടെ രൂപീകൃതമായത് 2017 ഡിസംബർ 28. ഘടനാപരമായ മാറ്റങ്ങളോടെ വന്നത് 2017 ഡിസംബർ 28. ഭൂമിയിലെ വൃക്കകളാണ്, വിത്തുകളല്ല. ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന ചില മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ. ഭൂമിയിലെ വൃക്കകളാണ് തണ്ണീർത്തടങ്ങൾ. ഭൂമിയിലെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഇനി ഇതിൻ്റെ അധികാര സമിതികൾ നമുക്ക് നോക്കാം. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുണ്ട്. ആദ്യം തന്നെ വകുപ്പുകളൊന്ന് ബൈഹാർട്ട് ചെയ്യുക. വകുപ്പ് 5 മുതൽ 7(1) വരെയാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി. സംസ്ഥാനതല അധികൃത സമിതി വകുപ്പ് 8 വരുന്നത്. ജില്ലാതല അധികൃത സമിതി വകുപ്പ് 9. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നത് എന്താണ്? പ്രാദേശിക തലം, ജില്ലാതലം, സംസ്ഥാനം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? പ്രാദേശിക തലം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വകുപ്പ് വരുന്നത് സംസ്ഥാനത്താണ്. അത് കഴിഞ്ഞാണ് ജില്ല വരുന്നത് കേട്ടോ. അപ്പോൾ 5 മുതൽ 7(1) വരെ പ്രാദേശിക തലവും 8 സംസ്ഥാന തലവും 9 ജില്ലാ അധികൃത സമിതി വരുന്നത്. പ്രാദേശിക തല അധികൃത സമിതിയുടെ അധികാര പരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലിൻ്റെയും
തണ്ണീർത്തടത്തിൻ്റെയും വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ആധികാരിക രേഖയാണെന്ത് ഡേറ്റാ ബാങ്ക്. അത് പറയുന്നത് വകുപ്പ് 5(4)ലാണ്. അപ്പോൾ എന്താണ് ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാര പരിധിയിലുള്ള പ്രദേശത്തെ കൃഷി യോഗ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലേ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൃഷി യോഗ്യമായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു വിശദാംശങ്ങൾ അടങ്ങിയൊരു ആധികാരിക രേഖയാണെന്ത് ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. അത് തയ്യാറാക്കുന്നത് ആരാണ്? അത് പ്രാദേശിക തല നിരീക്ഷണ സമിതി ആയിരിക്കും. അപ്പോൾ ഈ ഡേറ്റാ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആർക്ക് സമീപിക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം എന്ന് ചോദിച്ചാൽ RDOയ്ക്കാണ് കേട്ടോ. RDO ആണ്, DRDO അല്ല. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്നത് ചെറിയ മിസ്റ്റേക്സ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് RDOയ്ക്കാണ്. RDO ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു പോവാം. 2015 മെയ് 25-നാണ് അതൊരു അതോറിറ്റി ആയിട്ട് നിലവിൽ വന്നത്. ഘടനാപരമായ മാറ്റങ്ങളോടെ വന്ന് 2017-ലാണ്. ഭൂമിയിലെ വൃക്കകളാണിത്. പ്രാദേശിക തലം 5 മുതൽ 7 വരെയും സംസ്ഥാനം 8 ആണ്, വകുപ്പ് 9 എന്നാണ്, ജില്ലാതല അധികൃത സമിതിയാണ്. അതുപോലെ ഡാറ്റാ ബാങ്ക് എന്നാന്ന് പറഞ്ഞു. തയ്യാറാക്കുന്നത് ആരാണ്? പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. അതിൻ്റെ പരാതികൾ ആർക്ക് കൊടുക്കണം? RDOയ്ക്ക് കൊടുക്കണം. ഇനി ഓരോ സെക്ടർ വൈസ് സെക്ടറായിട്ട് പഠിക്കാം നമുക്ക്. പ്രാദേശിക തല നിരീക്ഷണ സമിതി വകുപ്പ് 5 മുതൽ 7 വരെയാണ്. അതിലെ ചെയർമാൻ ആരാണ്? കോർപ്പറേഷനിലെ മേയറോ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർമാനോ, പഞ്ചായത്താണെങ്കിൽ പ്രസിഡന്റോ ആയിരിക്കും. ഈ പറയുന്ന പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ ആരാണ്? ചെയർമാനാണ്. കോർപ്പറേഷനിലെ മേയർ, മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ, പഞ്ചായത്തിൽ പ്രസിഡന്റ്. കൺവീനർ കൃഷി ഓഫീസർ ആയിരിക്കും. ഒരു അംഗം കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസർമാരോ ആയിരിക്കും. സാധാരണഗതിയിൽ ഇത് വില്ലേജ് ഓഫീസറാണ് ആവാറ്. ഒരു അംഗം ആരായിരിക്കും? വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഓഫീസറോ ഓഫീസർമാരോ ആയിരിക്കും. മറ്റ് 3 അംഗങ്ങളെന്ന് പറയുന്നത് കൃഷി ഓഫീസർ 6 നെൽകർഷകരുടെ പേര് എന്ത് ചെയ്യുന്നു? ശുപാർശ ചെയ്യും. അതിൽ നിന്നും ജില്ലാ കളക്ടർ തിരഞ്ഞെടുക്കുന്ന 3 പേരാണ്. 3 കർഷകരാണ് ആര്? മറ്റ് 3 അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ സമിതിയിൽ ഈ പറയുന്ന അനൗദ്യോഗിക അംഗങ്ങളുണ്ടാവുമല്ലോ, അവരുടെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക. ചെയർമാൻ ആരാണ്? കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ ആയിരിക്കും, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ചെയർമാൻ ആയിരിക്കും, പഞ്ചായത്ത് ആണെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും. കൺവീനർ ആരാ? കൃഷി ഓഫീസറാണ്. ഒരു അംഗം കൃഷി ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസർമാരോ ആകാം. സാധാരണഗതിയിൽ ആരാണ്? വില്ലേജ് ഓഫീസറാണ് ആവാറ്. മറ്റ് 3 അംഗങ്ങൾ ഈ കൃഷി ഓഫീസർ, അതായത് 6 പേരുടെ പേരെന്ത് ചെയ്യും കൊടുക്കും. അതിൽ നിന്ന് 3 പേര് തിരഞ്ഞെടുക്കുന്നു. അതാണ് മറ്റ് 3 അംഗങ്ങളായിട്ട് വരുന്നത്. ഇതിലെ അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ 3 വർഷമാണ്. സംസ്ഥാനതല അധികൃത സമിതിയാണ് വകുപ്പ് 8 വരുന്നത്. അതിൻ്റെ ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഇപ്പോഴത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ന് കമൻറ്റ് ചെയ്യുക. ചെയർമാനാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി. വൈസ് പ്രസിഡന്റ് ആണ് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറിയാണ് ആര്? വൈസ് പ്രസിഡന്റ്. കൺവീനർ കാർഷിക ഉൽപാദന കമ്മീഷണറാണ് കൺവീനറായിട്ട് വരാം. മെമ്പർ സെക്രട്ടറിയാണ് പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ. ഇതെല്ലാം പഠിക്കുക. ചെയർമാൻ ആരാ? പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. വൈസ് പ്രസിഡന്റ് ആണ് ചീഫ് സെക്രട്ടറി. കൺവീനറാണ് കാർഷിക ഉൽപാദന കമ്മീഷൻ. ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി മാറിയിട്ടുണ്ട്. ആരാണ്? അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് ഷോർട്സ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ആരാണ് പുതിയ ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ആരാണ് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി കേട്ടോ. ഇത്തരം കാര്യങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. മെമ്പർ സെക്രട്ടറി പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടറാണ്. ജില്ലാതല അധികൃത സമിതി നോക്കാം. വകുപ്പ് 9 വരിക. അധ്യക്ഷൻ RDO ആണ്. ജില്ലാതല അധികൃത സമിതിയുടെ അധ്യക്ഷനാണ് ഇയാൾ. ആര്? RDO. കൺവീനറാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. മറ്റംഗങ്ങൾ ജില്ലാ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന 3 നെൽകർഷകരാണ്. കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ ജില്ലാതല അധികൃത സമിതിയുടെ കാര്യങ്ങളാണ്. RDO ആയിരിക്കും അവിടുത്തെ അധ്യക്ഷൻ. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആയിരിക്കും കൺവീനർ. ജില്ലാ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന 3 നെൽകർഷകർ ഇവിടെയും എന്താണ്? അംഗങ്ങളാണ്. 3 വർഷം കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഘടനകൾ. പ്രാദേശിക തലത്തിൽ എന്തൊക്കെയാണ്, അതുപോലെ സംസ്ഥാന തലത്തിൽ ആരൊക്കെയാണ്, ജില്ലാ തലത്തിൽ ആരൊക്കെയാണ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. മനസ്സിലാക്കി പഠിക്കുക. നെൽവയൽ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട ഘടന, അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും, റംസാർ സൈറ്റുകൾ, അതിൻ്റെ കറണ്ട് അഫെയർസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. 10th മെയിൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ
കിട്ടാവുന്ന സോഴ്സുകളെല്ലാം നോക്കുക. SCERT, NCERT ചാപ്റ്റേഴ്സും. നിങ്ങൾ എന്ത് സോഴ്സാണ്, ഗൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ബുക്കാണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ വെച്ചൊന്ന് മനസ്സിലാക്കി ചെറിയ നോട്ടുകളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സുകൾ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന തൊഴിലും ജോലിയും എന്ന ടോപ്പിക്ക് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്